Now we discuss a new theorem, 9.7, Kara-Theodori extension theorem. Kara-Theodori extension theorem. Kara-Theodori extension theorem. The statement is, the collection A star of all mu star measurable sets is a sigma algebra containing A, capital A. And if sequence En is a disjoint sequence in A star, then mu star union En is equal to summation mu star En. That is additive property of mu star. അപ്പോൾ ഈ തിയറത്തിൽ എ സ്റ്റാർ എന്ന് പറയുന്നത് സിഗ്മോ ഓൾജിബ്രയാണെന്ന് ഇല്ല പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മോ ഓൾജിബ്ര ഇസ് എ സിഗ്മോ ഓൾജിബ്ര. എ സ്റ്റാർ ഈസ് എ സിഗ്മോ ഓൾജിബ്ര കണ്ടെയ്നിങ് എ. അപ്പോൾ സിഗ്മോ ഓൾജിബ്ര പ്രൂവ് ചെയ്യണം. എ കണ്ടെയ്ൻഡ് ഇൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത് mu സ്റ്റാർ ഓഫ് യൂണിയൻ ഇ എൻ ഈക്വൽ ടു സിഗ്മ mu സ്റ്റാർ ഇ എൻ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എ സ്റ്റാർ സിഗ്മ ഓൾജിബ്രയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സിഗ്മ ഓൾജിബ്ര എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണ്ടേ? നൾ സെറ്റ് എ സ്റ്റാറിലുണ്ടെന്ന് പറയണം, ഫുൾ സെറ്റ് എക്സ് എ സ്റ്റാറിലുണ്ടെന്ന് പറയണം, പിന്നെ ഇ ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ടെന്ന് പറയണം, പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ഈ mu സ്റ്റാർ മെഷറബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ മെഷറബിൾ സെറ്റ് ആകണമെങ്കിൽ mu സ്റ്റാർ മെഷറബിൾ ആണെങ്കിൽ there exist A such that for any A such that mu star A equal to mu star A intersection E plus mu star A minus E. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഇതുപോലെ എഴുതാൻ പറ്റുമെങ്കിൽ, ഈസ് കാൾഡ് mu star മെഷറബിൾ സെറ്റ്. അങ്ങനെയുള്ള mu സ്റ്റാർ മെഷറബിൾ സെറ്റ്സിൻ്റെ കളക്ഷനാണ് എ സ്റ്റാർ എന്ന് പറയുന്നത്. അല്ല, എ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ ഈ mu സ്റ്റാർ എ മൈനസ് ഇ എ വേണമെങ്കിൽ mu സ്റ്റാർ എ മൈനസ് ഇ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ mu സ്റ്റാർ എ ഈക്വൽ ടു mu സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് mu സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. അങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് പറയും? ഈസ് mu സ്റ്റാർ മെഷറബിൾ. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് നൾ സെറ്റും എക്സും mu സ്റ്റാർ മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഇ വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ mu സ്റ്റാർ ഇ എന്ന് പറയുന്നത് ഇത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് mu സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ 5 പ്ലസ് mu സ്റ്റാർ ഇ mu സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ 5 മൈനസ് ഡി ആണ് ഇ ഇ ഇ മൈനസ് 5. ഓക്കെ, ഇത് ഇ ആണ്. ഇ therefore 5 element A star. Okay, first part കഴിഞ്ഞു. Then now we prove that X element A star. So we can write E again, write as E intersection X union E minus X. Then they are disjoint, therefore mu star E equal to mu star A intersection X plus mu star E minus X. Therefore X element A star. Okay, next we prove if E element A star, to prove their complement is again member of A star. Okay, since E element A star, then there exists A or any A such that mu star A intersection E plus mu star A intersection E complement
This is again written as mu star, first write second time mu star A intersection E complement plus mu star A intersection E complement in the complement of E. Or this can be written as mu star A intersection E plus mu star A minus E, E complement, A minus E complement. Therefore, E complement is a member of A star. E complement belongs to A star. Therefore, E star is mu star measurable set. Next, we prove the additive property. Let E, F element A star. Next, we prove the intersection E and F are element A star. Then prove that E intersection F belongs to A star. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സംഭവങ്ങളുണ്ട്. നോക്കൂ, ഇയും എഫും എ സ്റ്റാറിലുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. ആൻഡ് എ ഇൻറ്റർസെക്ഷൻ എഫ് ഈസ് ആൾസോ സബ്സെറ്റ് ഓഫ് എക്സ്. therefore mu star A intersection F is equal to mu star A intersection F intersection E plus mu star A intersection F minus E. Because given that we assume that E is capital E is mu star measurable, capital E is mu star measurable, and for any set in X, A intersection F is any set in X. Therefore, mu star A intersection F, like A, mu star A equal to mu star A intersection E plus mu star A minus E. Here A means A intersection F. Okay, this is named as question number 1 in your notebook. In your note, this is named as number 1. Also, F element A star, then again this is write as mu star A equal to mu star A intersection F plus mu star A minus F. Because F element A star, therefore mu star A equal to mu star A intersection F plus mu star A minus E, A minus F, A minus F. ഇനി നമുക്ക് ഈ പ്രൂഫിന് വേണ്ടി ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് പറയാൻ വേണ്ടി ചില പരിപാടികൾ ചെയ്യാൻ പോയി, ചില സെറ്റുകൾ ഡിഫൈൻ ചെയ്യുക. അല്ല, ഒരു സെറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ബി ഇൻ്റർസെക്ഷൻ എഫാണ്. ഈ ബി ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് എ മൈനസ്, അപ്പോൾ അവിടെ വേണമെങ്കിൽ അതൊന്ന് വെൻ ഡയഗ്രത്തിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ എ മൈനസ് ദി എ, ദി ഇ, ദി എഫ്, എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. എയിൽ നിന്ന് ഈ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്നത് ഈ ഷെയ്ഡ്. ഓക്കെ, then now to prove that it is equal to A intersection F minus E. What is A intersection F in your Venn diagram? A intersection F, A intersection F, then minus E, then minus E. എ ഇൻ്റർസെക്ഷൻ എഫ് നിന്ന് ഇ മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്
then pen color is ഇതാണ് ഇതാണ് എ ഇൻ്റർസെക്ഷൻ എഫ്, അല്ലെങ്കിൽ ഇ മൈനസ് ഇ. അപ്പോൾ ലഭിക്കുന്നത് ഈ ഷെയ്ഡാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം പറഞ്ഞത് ബി ഇൻ്റർസെക്ഷൻ എഫ്. ബി ഇൻ്റർസെക്ഷൻ എഫ്, ബി എന്ന് പറയുന്നത് എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എടുക്കണം. ദെൻ ദിസ് ബി ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ദിസ് ഈസ് ആൾസോ ഇൻ ദിസ് ഷെയ്ഡ്. ദെയർഫോർ ബി ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എഫ്. ഈ സെക്കൻഡ് വീണ്ടും വേണമെങ്കിൽ ഒന്നര വരയ്ക്കുക, വരച്ച് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഈ ഷെയ്ഡ് ചുവപ്പ് ഷെയ്ഡ്. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണുക, വീണ്ടും വരയ്ക്കുക. സോ ദേ ആർ ഈക്വൽ. അപ്പോൾ ബിയുടെ വാല്യൂ അസ്യൂം ചെയ്തു. ദെൻ ബി ഇൻ്റർസെക്ഷൻ എഫ് എഴുതി. ആൻഡ് ആൾസോ എ മൈനസ് എഫും ബി മൈനസ് എഫും സെയിമാണ്. എ മൈനസ് എഫും ബി മൈനസ് എഫ്. അപ്പോൾ അതും വേണമെങ്കിൽ വീണ്ടും വരച്ച് കഴിഞ്ഞാൽ ഇത് എ എടുക്കുന്നു, ഇത് ഇ എടുക്കുന്നു, ഇത് എഫ് എടുക്കുന്നു. എ മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ദെൻ ബി മൈനസ് എഫ്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ്. എ മൈനസ് ബി ഇൻ്റർസെക്ഷൻ എഫ് ആണ്. ആ വാല്യൂം ഇത് തന്നെ കിട്ടും. സോ എ മൈനസ് എഫ് ഈക്വൾ ടു ബി മൈനസ് എഫ്. ഓക്കെ, ദെൻ സിൻസ് എഫ് എലമെൻ്റ് എ സ്റ്റാർ, ദെൻ മ്യൂ സ്റ്റാർ ബി നേരത്തെ എഴുതിയ സാധനമാണ്. മ്യൂ സ്റ്റാർ ബി ഈക്വൾ ടു മ്യൂ സ്റ്റാർ ബി ഇൻ്റർസെക്ഷൻ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ ബി മൈനസ് എഫ്. ഹിയർ we use the set B. This is true for every set in A. Therefore, here we use the set B. This is true for every set in A. Okay. Then mu star B equal to mu star B intersection F plus mu star B minus F. This is true for every set in X. Every set in X. Every subset of X. ബിക്കും ശരിയാണ്, എയ്ക്കും ശരിയാണ്, സിക്കും അത് ശരിയാണ്, പിക്കും അത് ശരിയാണ്, കെയ്ക്കും അത് ശരിയാണ്. ഏതൊരു സെറ്റിനും അത് ശരിയാണ്. ഇവിടെ ആൻസറിന് വേണ്ടി നമ്മൾ ബി ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ബി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിയുടെ വാല്യൂ അപ്ലൈ ചെയ്യുന്നു. ബിയുടെ വാല്യൂ എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എഴുതി ഈക്വൾ ടു ഈ മ്യൂ സ്റ്റാർ ഇട്ട് ബി ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കിട്ടിയിട്ടുണ്ട്. ഗ്രാഫിക്കലി നമ്മളത് പ്രൂവ് ചെയ്തത് ഇതാണ്. എ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ഇ പ്ലസ് മ്യൂ സ്റ്റാർ ബി മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ഞാൻ നമ്പർ 2 എന്ന് പേര് കൊടുത്തു, ലിസ്റ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ മ്യൂ സ്റ്റാർ എ കാണാൻ പോകും. എഫ് എലമെൻ്റ് എ സ്റ്റാർ ആയതുകൊണ്ട് മ്യൂ സ്റ്റാർ നമ്മൾ എയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. നേരത്തെ എഫിൽ ബിയിൽ റെപ്രസെൻ്റ് ചെയ്തു, ഇപ്പോൾ എയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഏത് നമ്പറിലും അത് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് എഫ്. ദെൻ വാട്ട് ഈസ് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ്? അവിടെ നമ്മൾ 2ഉം 1ഉം 2ഉം അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എഫ് മൈനസ് ഇ എന്ന് പറയുന്നത് അവിടെ ഏത് പോസ്റ്റ് ചെയ്യാം? മ്യൂ സ്റ്റാർ
എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മി സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ഇ. അത് ഏതിൻ്റെ വാല്യൂയാണ്? മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ വാല്യൂ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് അത് 1/1. ദിസ് ഈസ് ബൈ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ദെൻ മ്യൂ സ്റ്റാർ എ മൈനസ് എഫ്. മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എന്ന് പറയുന്ന 2 എന്ന ഇക്വേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേം. ആ മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ ബി മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ഇ. അതിൽ മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് മൈനസ് ഇ പ്ലസ് ഇ കട്ടായിപ്പോവും. അപ്പോൾ ലാസ്റ്റ് വരുന്നത് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ഇ അല്ലെങ്കിൽ ഇ ഇൻ്റർസെക്ഷൻ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് മ്യൂ സ്റ്റാർ എ. അപ്പോൾ മ്യൂ സ്റ്റാർ എ ഈക്വൾ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. ദാറ്റ് സ്റ്റൈൽ. ഹിയർ ഈസ് ഇ, ദിസ് is read as e, this is read as e. Therefore e element a star. Here what is e? E is e intersection f. Therefore e intersection f element a star. That is, now to prove that if e f element e comma f element a star, then you have to prove that their intersection e intersection f element a star. Therefore a star is an algebra. അപ്പോൾ ആൾജിബ്രയെന്ന് പ്രൂവ് ചെയ്യാൻ നൾ സെറ്റ് എലമെൻ്റ് എ സ്റ്റാർ, ഫുൾ സെറ്റ് എലമെൻ്റ് എ സ്റ്റാർ, ദെൻ if e element a star, then their complement element a star, and if e and f element a star, then their intersection e intersection f element a star. Therefore a star is an algebra. Okay. Next we prove the additive property. In additive property of mu star in a star. Suppose that e and f element a star, and to prove mu star e union f is equal to mu star e plus mu star f. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയും എഫും എ സ്റ്റാർ എലമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. ദർ ഈസ് നോ കോമൺ പോയിൻ്റ് ഡിസ്ജോയിൻ്റ് എന്ന് അസ്യൂം ചെയ്തു. സിൻസ് ഈ എലമെൻ്റ് എ സ്റ്റാർ, therefore mu star a intersection e union f, like a mu star a, this is read as a, mu star a equal to mu star a. Here a means a intersection e union f, intersection e, mu star a intersection e plus mu star a. Here is a intersection e union f minus e. അപ്പോൾ ഈ എലമെൻ്റ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫോർ എനി എ എലമെൻ്റ്
x or a or any a subset of x such that mu star a equal to mu star a equal to mu star a intersection e plus mu star a minus e. A minus e. Here a means a intersection e union b. Okay. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര എഴുതിയല്ലോ. ഇതിൽ എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ഇ അതെന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ഇ ആണ്. എ ഇ എഫ് എ ഇത് കിട്ടും ഫസ്റ്റ് പാർട്ട് പ്ലസ് രണ്ടാമത്തെ പാർട്ടെന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ എഫ് ആണ്. രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പം നമുക്ക് ലഭിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ എഫ് ഈ സാധനം കിട്ടും. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഗ്രാഫിക്കലി അത് വേണമെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒന്ന് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിനകത്ത് നമ്മൾ എയ്ക്ക് എക്സ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ mu സ്റ്റാർ എക്സ് ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ mu സ്റ്റാർ എക്സ് ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ ഇ തന്നെ. പ്ലസ് എക്സ് എയ്ക്ക് എക്സ് കൊടുത്തു, അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ എഫ്, അപ്പോൾ എഫ് തന്നെ കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എഫ് ആണ്. ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. എയ്ക്ക് നമ്മൾ എക്സ് എന്ന് പ്ലേസ് ചെയ്താൽ എക്സ് ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എഫ്, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇ യൂണിയൻ എഫ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് mu സ്റ്റാർ ഇ യൂണിയൻ എഫ്. അപ്പോൾ mu സ്റ്റാർ ഇ യൂണിയൻ എഫ് ഈക്വൽ ടു mu സ്റ്റാർ ഇ പ്ലസ് mu സ്റ്റാർ എഫ്. ഹെൻസ് ദ അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് A star is a sigma algebra and mu star is countably additive on A star. നമ്മൾ ആൾജിബ്ര പറഞ്ഞു, ഇനി സിഗ്മ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ആർബിട്രറി യൂണിയൻ അതിലുണ്ടാവാം. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആൾജിബ്ര സിഗ്മ ആൾജിബ്ര വ്യത്യാസം പറഞ്ഞാൽ ആൾജിബ്രയിൽ എല്ലാ കാര്യങ്ങളും എന്താവും സിഗ്മ ആൾജിബ്രയിലുണ്ട്. പക്ഷേ സിഗ്മ ആൾജിബ്ര തന്നെയാണ്, എന്നാൽ എല്ലാ ആൾജിബ്രയും സിഗ്മ ആൾജിബ്ര ആകില്ല. ആൾജിബ്രയിൽ പറയുന്നത് ഫൈനൈറ്റ് യൂണിയനാണ് പറയുന്നത്. അഡിറ്റീവ് പ്രോപ്പർട്ടി ഫൈനൈറ്റ് യൂണിയനാണ്. ഇവിടെ ആർബിട്രറി യൂണിയൻ അതിൽ മെമ്പറാണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എ സ്റ്റാർ എന്ന് പറയുന്നത് ആൾജിബ്ര, ഇ കെ എന്ന് പറയുന്നത് എ സീക്വൻസ് ഡിസ്ജോയിൻറ്റ് സീക്വൻസ് ഇൻ എ സ്റ്റാർ. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടുന്നത് ആർബിട്രറി യൂണിയൻ ഓഫ് ഇ കെ എലമെൻറ്റ് എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. വേർ കെ ഈക്വൾ ടു 1 to infinity. അത് നമ്മുടെ എയിം. ആർബിട്രറി യൂണിയൻ അതിൽ പ്രസൻ്റ് ആണെന്ന് പറയണം. അപ്പോൾ എ സ്റ്റാർ ആൾജിബ്ര ആയതുകൊണ്ട് അതിൽ ഫൈനൈറ്റ് യൂണിയൻ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫൈനൈറ്റ് യൂണിയൻ ഇ കെ ഈക്വൾ ടു 1 to n. ഇതിന് ഞാൻ എഫ് എൻ എന്ന് പേര് കൊടുത്തു. ഇത് ആൾറെഡി എവിടെ മെമ്പറാണ് എ സ്റ്റാറിലുണ്ട്. കാരണം എ സ്റ്റാർ എന്ന് പറയാൻ ആൾജിബ്രയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ആൾജിബ്രയെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൈറ്റ് യൂണിയൻ അതിൽ മെമ്പറാണ്. അപ്പോൾ ഇത് അതിൽ മെമ്പറാണെന്ന് നമുക്കറിയാം. എ ഈസ് എനി സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് അസ്യൂം ചെയ്തു. ദെൻ mu സ്റ്റാർ എ ഈക്വൾ ടു mu സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ എഫ് എൻ
പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എൻ എന്ന് എഴുതി. ഓക്കെ, because Fn is mu star measurable, that is Fn element A star, that is Fn is mu star measurable. Therefore, for any A element subset X, mu star equal to mu star A intersection Fn plus mu star A minus F. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് എഴുതി. ഇനി അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് mu star A intersection what is Fn? Fn എന്ന് പറഞ്ഞാൽ യൂണിയൻ ഇ കെ, where k equal to 1 to n plus mu star a minus f, a minus union ek. What is ek? Ek vary from k equal to 1 to n. ഓക്കെ, അവിടെ നമ്മൾ എഫ് എന്നും വാല്യൂ കൊടുത്തു. നമ്മളവിടെ സെക്കൻഡ് ടേമിന് നോട്ടിൽ എഫ് എൻ വാല്യൂ കൊടുത്തിട്ടില്ല, തൽക്കാലം അപ്പോൾ അവൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ഇവിടെ എഫ് എൻ തന്നെ എഴുതിയാലും മതി, കൊടുത്താലും നോ പ്രോബ്ലം. ഫസ്റ്റ് ടേമിൽ എഫ് എൻ്റെ വാല്യൂ പ്ലേസ് ചെയ്തു. ഈ എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഇ കെ എന്ന് പറയുന്നതിന് നമുക്ക് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് എഴുതാം, where k varies from 1 to n. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. മീൻസ് യൂണിയൻ k ഈക്വൽ ടു 1 to n എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് എഴുതാം. ഓക്കെ, അത് ഫൈനൈറ്റിന് നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളതിൻ്റെ സിമ്പിൾ കേസാണ് പറയുന്നത്. പി ഓഫ് മീ സ്റ്റാർ ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു മീ സ്റ്റാർ ഇ പ്ലസ് മീ സ്റ്റാർ എഫ്. ഫൈനൈറ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഫൈനൈറ്റ് കേസിനത് ശരിയാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സമ്മേഷൻ മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് എഴുതാം, വേർ കെ വേരീസ് ഫ്രം 1 to n. കെ വേരീസ് ഫ്രം 1 to n. സെക്കൻഡ് ടൈം അതുപോലെ തന്നെ എഴുതി, മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എൻ എന്ന് എഴുതി. ഇതിന് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഫ് എൻ എന്ന് പറയുന്നത് ഇയുടെ സബ്സെറ്റാണ്. അപ്പോൾ എ മൈനസ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ മൈനസ് എഫ് എൻ ആണ്. സിമ്പിൾ ഒബ്സർവേഷനാണ് അത്. എഫ് എൻ സബ്സെറ്റ് ഓഫ് ഇ ആണ്. അപ്പോൾ വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പോൾ വലിയ സെറ്റ് എയിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എ മൈനസ് ചെറിയ സെറ്റിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഹോൾഡ് ചെയ്തു. അപ്പോൾ എ മൈനസ് ഈ സബ്സെറ്റ് എ മൈനസ് എഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ പഠിച്ച തിയറിയുണ്ട്, കഴിഞ്ഞ തൊട്ട് മുമ്പ് പഠിച്ച തിയറം ലെമ്മയുണ്ട്. തൊട്ട് മുമ്പത്തെ ലെമ്മ. ആ ലെമ്മയിൽ എ സബ്സെറ്റ് ബി ആണെങ്കിൽ മ്യൂ സ്റ്റാർ എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എൻ എന്ന് എഴുതാം, ആ ലെമ്മ പ്രകാരം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ സമ്മേഷൻ കെ ഈ ടേം ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ സമ്മേഷൻ മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ ആഡ് ചെയ്തു, റൈറ്റിലും അത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ 3 അപ്ലൈ ചെയ്യും. 3ൽ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ എ ആണ്. മ്യൂ സ്റ്റാർ എ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് മ്യൂ സ്റ്റാർ എ. അപ്പോൾ മ്യൂ സ്റ്റാർ എ എന്ന് പറയുന്നത് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ എന്ന് എഴുതി. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്നു ലെറ്റിംഗ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതിൽ ഈ സിഗ്മ കെ ഈക്വൽ ടു 1 to n എന്നുള്ളത് n ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദെൻ
അവിടെ ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഇനിക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, സോറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. കാരണം മ്യൂ സ്റ്റാർ നേരത്തെ എഴുതിയല്ലേ, മ്യൂ സ്റ്റാർ എ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ മൈനസ് എഫ് എൻ ആയിരുന്നല്ലോ. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റുമാണ് നമ്മൾ സമ്മേഷൻ ആഡ് ചെയ്തത്. ഈ സമ്മേഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡെന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറും, 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് മാറും. ആ 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂ സ്റ്റാർ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ വരും. അതിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം സമ്മേഷനിൽ n ഇൻഫിനിറ്റി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ടുന്നത് അടുത്ത ചെയ്യാൻ പോകുന്നത് ആ കിട്ടിയ നമ്പർ 4 നമ്മൾ നെയിം ചെയ്തു, നെയിംഡാക്കി. ഇനി നമ്മൾ ചെയ്യുന്നു ഈ എ ഇൻ്റർസെക്ഷൻ ഇ കാണുന്നു. എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഇ കെ, വേർ കെ ഫ്രം 1 to ഇൻഫിനിറ്റി. ഓക്കെ, ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നത് യൂണിയൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് വരും. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ലെമ്മ 9.5-ലെ 5th പാർട്ട്, ഈ പാർട്ടെന്ന് പറയുന്നത് സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി. മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റും റൈറ്റും മ്യൂ സ്റ്റാർ എ മൈനസ് സി ആഡ് ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യും മ്യൂ സ്റ്റാർ, കാരണം നോൺ നെഗറ്റീവ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ ഇനിക്വാളിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകില്ല. എ മൈനസ് ലെഫ്റ്റും മ്യൂ സ്റ്റാർ എ മൈനസ് സി ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തു. അപ്പോൾ ഈ റൈറ്റ് എന്ന് പറയുന്നത് ഈ മ്യൂ സ്റ്റാർ എ യൂസിങ് 4. റൈറ്റ് എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ എ. ഓക്കെ, അപ്പോൾ അവിടെ എന്താ കിട്ടിയേ? ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ. ഇതിനെ നമ്മൾ മ്യൂ സ്റ്റാർ എന്ന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കിട്ടിയതാണ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച് കിട്ടിയതാണ്. നേരത്തെ നമ്മൾ നമ്പർ 4 കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഇതിനെ മ്യൂ സ്റ്റാർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ എന്ന് കിട്ടും. അത് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ക്ലിയർ ആവുന്നത്? ഇവിടെ മ്യൂ സ്റ്റാർ എ, ഇവിടെ മ്യൂ സ്റ്റാർ എ, ഇനിക്വാളിറ്റി. Therefore മ്യൂ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. Therefore ഈ എലമെൻ്റ് എ സ്റ്റാർ. വാട്ട് ഈസ് ഇ? ഹിയർ ഇ മീൻസ് യൂണിയൻ ഓഫ് ഇ കെ, വേർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഈസ് എലമെൻ്റ് എ സ്റ്റാർ. അപ്പോൾ ആർബിട്രറി യൂണിയൻ എ സ്റ്റാറിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഈ റിസൾട്ടിനകത്ത് നമ്മൾ ആ റിസൾട്ടിനെ 5 നോട്ടിൽ പറയുന്നുണ്ട്. നോട്ട്സിൽ നമ്മൾ 5 എഴുതിയിരിക്കുന്നത്. ആ 5-ൽ എയുടെ പ്ലേസിൽ ഇ കൊടുക്കുക. എയുടെ പ്ലേസിൽ ഇ പോസ്റ്റ് ചെയ്യുക. എയുടെ പ്ലേസിൽ ഇ എഴുതുക. ഇവിടെ സംഭവിക്കുന്നത്
എന്താ സംഭവിക്കാൻ പോകുന്ന നോക്കൂ. മ്യൂ സ്റ്റാർ എയ്ക്ക് പകരം യൂണിയൻ ഇ കെ, വേർ കെ ഈക്വൾ ടു 1 to infinity ഈക്വൾ ടു മ്യൂ സ്റ്റാർ എ. വാട്ട് ഈസ് എ? യൂണിയൻ ഇ കെ ഇൻ്റർസെക്ഷൻ ഇ. അവിടെ ഇതുണ്ട്, സമ്മേഷനുണ്ട്. ദെൻ പ്ലസ് മ്യൂ സ്റ്റാർ അവിടെ നൾ സെറ്റ് എന്നുണ്ടാവും. ഇപ്പോൾ യൂണിയൻ ഓഫ് ഇ കെ ഇപ്പോൾ സംഭവിക്കുന്ന മ്യൂ സ്റ്റാർ യൂണിയൻ ഓഫ് ഇ കെ ഈക്വൾ ടു സമ്മേഷൻ കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ യൂണിയൻ ഓഫ് ഇ കെ ഇൻ്റർസെക്ഷൻ ഇ കെ, ദെൻ മ്യൂ സ്റ്റാർ അവിടെ ലഭിക്കുന്നത് നൾ സെറ്റ് എന്ന് ലഭിക്കും. അപ്പോൾ റൈറ്റ് ഈ സൈഡ് എന്ന് പറയുന്നത് യൂണിയൻ ഇ കെ ഇൻ്റർസെക്ഷൻ ഇ കെ. ദിസ് ഈസ് റീഡ് ആസ് ഇ കെ. ദെൻ ദിസ് ഈസ് ഈക്വൾ സിഗ്മ കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ ഓഫ് ഇ കെ. ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് യൂണിയൻ ഇ കെ ഈക്വൾ ടു സിഗ്മ കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ ഇ കെ. ഓക്കെ. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത്, നമ്മൾ അതിൽ എഴുതിയ എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് സമ്മേഷൻ കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ ആണ്. മ്യൂ സ്റ്റാർ 5 മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് സമ്മേഷൻ കെ ഈക്വൾ ടു 1 to infinity കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ. കാര്യം 4 നമ്മൾ നോക്കേ പ്രൂഫ് ഇക്വേഷൻ നമ്പർ 4 നോക്കേ. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് അവസാനം നമുക്ക് എഴുതാൻ പറ്റുന്നത് മ്യൂ സ്റ്റാർ എ ലെസ് ദാൻ ഓർ ഈക്വൾ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സമ്മേഷൻ കെ ഈക്വൾ ടു 1 to infinity മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൾ ടു മ്യൂ സ്റ്റാർ എ. അപ്പോൾ മ്യൂ സ്റ്റാർ എക്ക് 2 വാല്യൂസ് കിട്ടുന്നു. ഒന്ന് ഈ വാല്യൂ മ്യൂ സ്റ്റാർ എക്ക് ഇത് ഈക്വലാണ്, ഇതും മ്യൂ സ്റ്റാർ എക്ക് ഈക്വലാണ്. അപ്പോൾ നമ്മളിവിടെ 5 എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് 5ാമത്തേൽ ഈ ടേമും കൂടി അവിടെ ഉണ്ട്, അതും വേണമെങ്കിൽ എഴുതാം 5ൽ. ഓക്കെ, നോട്ടിൽ 5 മാർക്ക് ചെയ്തിരിക്കും. ആദ്യത്തെ മാത്രമേ ഉള്ളൂ, 2ാമത്തെയും ഈക്വൽ. കാരണം ഇവിടെ മ്യൂ സ്റ്റാർ എ ലെസ് ദാൻ ഓർ ഈക്വൽ മ്യൂ സ്റ്റാർ എ, അപ്പോൾ ഇടയ്ക്കുള്ള എല്ലാവരും ഈക്വലാണ്. ഇങ്ങനെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതേപോലെ എഴുതിയാലേ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഈക്വലാണ്, ഇതും ഈക്വലാണ്, ഈ 1ഉം 2ഉം ടിക്ക് ചെയ്ത 2ഉം ഈക്വലാണ്. അത് ആർക്ക് ഈക്വലാണ്? മ്യൂ സ്റ്റാർ എക്ക് ഈക്വലാണ്. ആ എയ്ക്ക് നമ്മൾ യൂണിയൻ ഇ കെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് കിട്ടും.
ഓക്കെ, അപ്പോൾ അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു, ആർബിട്രറി യൂണിയൻ എ സ്റ്റാറിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടുന്നത് എ ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നമ്മൾ ഈ ലെമ്മ 9.5 ഡി പാർട്ട് പറയുന്നത് ഈ എലമെൻ്റ് എ ആണെങ്കിൽ മ്യൂ സ്റ്റാർ ഇയും മ്യൂ ഇയും ഈക്വലാണ്. ലെമ്മ അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഈ എലമെൻ്റ് എയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഈ എലമെൻ്റ് എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. നമ്മുടെ എയിം ഈ എലമെൻ്റ് എ സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ അതിനു വേണ്ടി ഈ എലമെൻ്റ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് മ്യൂ സ്റ്റാർ മെഷറബിൾ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മ്യൂ സ്റ്റാർ മെഷറബിൾ സെറ്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് എന്ത് വരണം? ഇനി സെറ്റ് എ എടുക്കുക, മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ എടുക്കുക, പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ എടുക്കുക. ഇത് നമുക്ക് വേണ്ടത്, ഇത് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കിടക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എ എന്നൊരു ആർബിട്രറി സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. എ എന്ന് പറയുന്നത് ആർബിട്രറി സബ്സെറ്റ് എക്സ് എടുത്തു. അപ്പോൾ എ വേണമെങ്കിൽ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ മൈനസ് ഇ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി മ്യൂ സ്റ്റാർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. ഇതെന്ന് പറയുന്നത് സബ്സെറ്റിൻ്റെ അതേ പ്രോപ്പർട്ടി. ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഈക്വൽ വരും, ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഈക്വൽ വരും, സബ്സെറ്റ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഈക്വൽ ടു വരും. ഓർ എനി സെറ്റ് എ സ്പ്ലിറ്റ് ആസ് എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ മൈനസ് ഇ ആൻഡ് they are not disjoint, then mu star a less than ആണ് വരും. ഡിസ്ജോയിൻ്റ് ആണ് ഈക്വൽ വരും. ജനറലി സേസ് ദാറ്റ് mu star a less than or equal to mu star a intersection e plus mu star a minus e. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇനിക്വാളിറ്റി കിട്ടി. അവിടെ 6 എന്നത് നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ഈക്വൽ ടു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇനിക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എപ്സിലോൺ ലെറ്റ് എപ്സിലോൺ ബി ഗ്രേറ്റർ ദാൻ 0 there exists an arbitrary collection Fn be a sequence in A such that A contained in union Fn എന്ന് അസ്യൂം ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എഫ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് എൻ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ എഫ് എൻ ആണ്. അപ്പോൾ യൂണിയൻ എഫ് എൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്നത് മ്യൂ സ്റ്റാർ എ എന്ന് പറഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ യൂണിയൻ എഫ് എൻ ആണ്. ഓക്കെ, ഈ യൂണിയൻ എഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും? സമ്മേഷൻ n = 1 to infinity മ്യൂ സ്റ്റാർ എഫ് എൻ എന്ന് എഴുതാം. ഓക്കെ, മ്യൂ സ്റ്റാർ. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്യുന്നുണ്ട്, എഫ് എൻ ചൂസ് ചെയ്യുന്നത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ദീസ് മ്യൂ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ, ഇവിടെ ലെഫ്റ്റിൽ എപ്സിലോൺ ആഡ് ചെയ്യുമ്പം ഈ ഇനിക്വാളിറ്റി ഇൻവേർട്ട് ചെയ്യും എന്ന രീതിയിലാണ് നമ്മളത് എപ്സിലോണിനെയും എഫ് എന്നെയും ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റിൽ എപ്സിലോൺ ആഡ് ചെയ്യുമ്പോൾ മ്യൂ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ മ്യൂ സ്റ്റാർ യൂണിയൻ എഫിനെ സമ്മേഷൻ മ്യൂ സ്റ്റാർ എഫ് എൻ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇനിക്വാളിറ്റി കിട്ടി. അതിനെ നമ്മൾ 7 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഇനിക്വാളിറ്റി എങ്ങനെ കിട്ടിയിരിക്കുക? സമ്മേഷൻ കെ n = 1 to infinity മ്യൂ സ്റ്റാർ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ
പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് എയിലെ എലമെൻറ്റുകൾക്ക് മ്യൂ സ്റ്റാറും മ്യൂ ഈക്വലാണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എഫ് എൻ ഇ ബി എ സീക്വൻസ് ഇൻ എ എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. എയിലെ സീക്വൻസ് ആയതുകൊണ്ട് മ്യൂ സ്റ്റാറിന് പകരം ഏത് പ്ലേസ് ചെയ്യാം? മ്യൂ പ്ലേസ് ചെയ്യാം. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ 1 to infinity മ്യൂ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതി. എയിലെ എലമെൻറ്റുകൾക്ക് മ്യൂ സ്റ്റാറും മ്യൂ ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ മ്യൂ സ്റ്റാറിന് വരെ മ്യൂ റീപ്ലേസ് ചെയ്ത് അത് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അടുത്ത എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ. അവിടെ എങ്ങനെ എഴുതാം? നേരത്തെ കണ്ടിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ എ ഈസ് കണ്ടെയ്നിങ് യൂണിയൻ എഫ് എൻ ആണ്. അപ്പോൾ എ ഈസ് കണ്ടെയ്നിങ് യൂണിയൻ എഫ് എൻ ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ എന്ന് എഴുതാം. അപ്പോൾ അതിനെ വീണ്ടും വേണമെങ്കിൽ യൂണിയൻ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ എന്ന് എഴുതാം. ഇതുപോലെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ എന്ന് എഴുതി. അതേപോലെ എ മൈനസ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ എഫ് എൻ മൈനസ് ഇ എന്ന് എഴുതാം. വേണമെങ്കിൽ അതിൻ്റെ ചിത്രം വരച്ച് നോക്കിക്കോ. നേരത്തെ 2 പ്രാവശ്യം ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, വേണം ചിത്രം വരച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 9.5 അപ്ലൈ ചെയ്യാൻ പോകുക. 9.5 സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഇതിലും അപ്ലൈ ചെയ്യും, ഇതിലും അപ്ലൈ ചെയ്യും. അപ്പോൾ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിട്ടും. അപ്പോൾ ലഭിക്കുന്നത് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മ്യൂ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ and mu star a minus e is less than or equal to summation n equal to 1 to infinity mu fn minus e എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ രണ്ടിൻ്റെ ലെഫ്റ്റും ആഡ് ചെയ്യും, റൈറ്റും ആഡ് ചെയ്യും. ഇത് രണ്ടും ആഡ് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൾ റൈറ്റ് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. ഓക്കെ, ഇത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു റൈറ്റ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം അവിടെ സമ്മേഷൻ കോമൺ. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മ്യൂ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ എഫ് എൻ മൈനസ് ഇ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഈ നമ്മൾ വെൻ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എഫ് എൻ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എഫ് എൻ മൈനസ് ഇ അതെന്ന് പറയുന്നത് എഫ് എൻ ആയിട്ട് മാറും. ഈ ടേം എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ ടേം യൂണിയൻ ഇതെന്ന് പറഞ്ഞാൽ എഫ് എൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ മ്യൂ എഫ് എൻ ആയിരിക്കും, അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സമ്മേഷൻ മ്യൂ എഫ് എൻ എന്ന് കിട്ടി. അവിടെ നമ്മൾ വീണ്ടും ഇക്വേഷൻ നമ്പർ 7 അപ്ലൈ ചെയ്യും. ദീസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചത് മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ ബിക്കോസ് എപ്സിലോൺ ഈസ് ആർബിട്രറി, വെരി സ്മോൾ നമ്പർ, വി ഡിഡക്റ്റ് ഇറ്റ്. ഇക്വേഷൻ നമ്പർ 8 കിട്ടി. അപ്പോൾ 7 8 കൂടെ ക്ലബ് ചെയ്യുന്നു. അപ്പോൾ അത് ലഭിക്കുന്നത് മ്യൂ സ്റ്റാർ എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ എ മൈനസ് ഇ. therefore ഈ എലമെൻറ്റ് എ സ്റ്റാർ. വാട്ട് ഈസ് ഇ? അവർ അസംഷൻ ഈസ് ഈ എലമെൻറ്റ് എ
implies E element A star, therefore A is a subset of A star. Hence the theorem. Okay.